ഹായ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ തയ്യാറാക്കി നോക്കാം. നമ്മുടെ ചിക്കൻ കുറുമയ്ക്ക് വേണ്ടി 2 ഉള്ളി, 3 പച്ചമുളക്, വലിയ പച്ചമുളക്, അല്പം കറിവേപ്പില, ഇവിടെ ഒരു 5 കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കശുവണ്ടിപ്പരിപ്പാണ്. അത് നമുക്ക് ഒരു ബൗളിലെടുത്ത് കശുവണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പറ്റിയാൽ ഇത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിത് അവസാനം അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴാണ് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് കിട്ടുക. നമുക്കിത് കുതിർത്ത് വയ്ക്കാം. ഇനി ഈ കശുവണ്ടിപ്പരിപ്പിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കശകശ ചേർത്ത് കൊടുക്കാം. ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ 2 ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് വേണം നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുവാനായിട്ട്. ഉള്ളി അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി അത്യാവശ്യത്തിനൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന ഇടം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് വഴന്ന് വന്ന ഉള്ളിയിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള അത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ എടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ മിക്സ് നമുക്ക് ഈ പാനിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലൊക്കെ വെള്ളം ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന ഒരു ടൈമിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ 2ാം പാലും 1ാം പാലും നന്നായിട്ട് അരച്ച് വേർതിരിച്ച് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1ാം പാലും ഈ വലിയ ബൗളിൽ കാണുന്നത് തേങ്ങയുടെ 2ാം പാലുമാണ്. ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറുകിയ ഒരു പരുവത്തിലാണ് ഗ്രേവി ആവശ്യമെങ്കിൽ ഇത്രയധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇനിയും ഇതിലേക്ക് കശുവണ്ടിപ്പരിപ്പും കശകശയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഗ്രേവി അത്യാവശ്യം ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിനി നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശയും കശുവണ്ടിപ്പരിപ്പും നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊരു അരിപ്പയിലിട്ട് അരിച്ചെടുത്താലേ നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കശുവണ്ടിപ്പരിപ്പ് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും കശകശയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി നല്ല ടൈറ്റായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ കശകശ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കശുവണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് അരച്ച് ഉപയോഗിച്ചാൽ മതി. ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ അവസരത്തിൽ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കറക്റ്റാക്കി എടുക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാലാണ്. അത് നല്ല കട്ടിയുള്ള 1ാം പാൽ അല്പം മതിയാവും. 1ാം പാൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം തിളപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മല്ലിയിലൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കുറുമ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ
നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന ഒരു കറിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസാണ് ഞങ്ങളുടെ മുൻപോട്ടേക്കുള്ള ശക്തി. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കി കമൻസ് തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ബൈ.